എൻ്റെ പേര് ആൽഡിൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ആദ്യമായിട്ട് എൻ്റെ അമ്മയാണ് വന്ന് ഉടമ്പടി എടുത്തത്. അമ്മ വഴിയാണ് ഞാനും ഉടമ്പടി ഇവിടെ വന്ന് എടുക്കുന്നത്. എനിക്ക് പുറത്തുപോയി പഠിക്കണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് IELTSൻ്റെ എക്സാം ഞാൻ 2 തവണ എഴുതി. പക്ഷേ എനിക്ക് 2 തവണയും കിട്ടിയില്ല. എനിക്ക് വേണ്ട ബാൻഡ് എനിക്ക് കിട്ടിയില്ല. എപ്പോഴും എനിക്ക് 6 ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ സെൽഫ് കോൺഫിഡൻസ് എനിക്ക് പയ്യെ ഇല്ലാണ്ടാവാൻ തുടങ്ങിയായിരുന്നു. 2 തവണ എഴുതിയപ്പോഴത്തേന് ഇനി കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയം വല്ലാണ്ട് എനിക്ക് കൂടി. വീട്ടിൽ അപ്പനും അമ്മയ്ക്കാണേലും അവരിലും പ്രതീക്ഷ വളരെ കുറഞ്ഞ് കാണാൻ തുടങ്ങി. എന്താണേലും 3ാമതൊരു അറ്റംപ്റ്റും കൂടെ നടത്താമെന്ന് ഞാൻ തീരുമാനിച്ചു. മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് 2ാമത് ഞാൻ ഉടമ്പടി പുതുക്കി അച്ഛനെ ജോസഫിനെ കണ്ട് അനുഗ്രഹം വാങ്ങി കാശുരൂപവും നമ്മുടെ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന മെഡലുമായിട്ട് ഞാൻ 3ാമത് വീണ്ടും പരീക്ഷ എഴുതാൻ പോയി. ആ സമയത്ത് ഒരേപോലെ തന്നെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തതും പരീക്ഷ എഴുതിയതും എല്ലാം. എനിക്ക് കൂടുതൽ എളുപ്പമായിട്ടോ പാടായിട്ടോ തോന്നിയില്ല. 3 തവണ എനിക്ക് ഒരുപോലെയാണ് തോന്നിയത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് 3ാമത്തെ തവണ എഴുതിയപ്പോൾ എനിക്ക് വേണ്ടതിലും 0.5 കൂട്ടി 7 ബാൻഡ് നൽകി അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. 2ാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് എൻ്റെ പ്രോസസ്സ് പോയി. അപ്പം എനിക്ക് ലോൺ ഫണ്ട് വേണമായിരുന്നു പുറത്തേക്ക് പോകാനുള്ള ഫീസ് അടയ്ക്കാനും GIC എമൗണ്ട് അടയ്ക്കാനുള്ളത്. അത് എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോയത്. പക്ഷേ എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്തപ്പോഴത്തേനും അവിടെ നിന്ന് പറഞ്ഞു ഇത് ഇത്ര എമൗണ്ട് എനിക്ക് തരാനും പാസ്സാക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ പ്രോസസ്സ് പകുതിക്ക് വെച്ച് നിന്ന അവസ്ഥയായി. വീണ്ടും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. വീട്ടിലെ കുടുംബ പ്രാർത്ഥനയിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും എല്ലാം വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പറഞ്ഞ എമൗണ്ട് അല്ലെങ്കിലും കുറച്ച് എമൗണ്ട് കിട്ടുകയും ബാക്കി പൈസയ്ക്കുള്ള വഴികൾ ബന്ധുക്കൾ വഴിയും കൂട്ടുകാർ വഴിയും എനിക്ക് അമ്മ മാതാവ് ഒരുക്കി തന്ന് അമ്മ അതിലും എന്നെ അനുഗ്രഹിച്ചു. 3ാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞ് എൻ്റെ 2 കൂട്ടുകാർക്ക് കിട്ടിയ അനുഗ്രഹമാണ്. അവർ നേഴ്സിംഗ് പഠനം കഴിഞ്ഞ് 3 മാസത്തോളം വീട്ടിൽ ചുമ്മാ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടി അവരതിയായി ആഗ്രഹിക്കുകയും കുറേയധികം ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. ഞാൻ അവരോട് പറഞ്ഞു യൂട്യൂബിൽ നമ്മുടെ ഇവിടുത്തെ ധ്യാനം കാണുവാനും അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അടുത്ത ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാനും പറഞ്ഞു. അതിനോട് അനുബന്ധമായി അവർ യൂട്യൂബിൽ ധ്യാനം കാണുകയും ഉടനെ തന്നെ അവർക്ക് കേരളത്തിൽ തന്നെ, അവർ പഠിച്ചതൊക്കെ മംഗലാപുരത്താണ്, അവർ മംഗലാപുരത്താണ് ജോലി നോക്കിയതും, കാരണം കേരളത്തിൽ കിട്ടാൻ പാടായതുകൊണ്ട്. പക്ഷേ അവർക്ക് അമ്മ മാതാവ് കേരളത്തിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ അവർക്കൊരു ടെമ്പററി ആയിട്ട് ഒബ്സർവറായിട്ട് 2 പേർക്കും ജോലി കിട്ടി അമ്മ മാതാവ് അവരെ അനുഗ്രഹിച്ചു. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എൻ്റെ പഠനകാലത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരെ പഠിക്കാൻ സഹായിക്കുകയും പത്രങ്ങൾ അവർക്ക് കൊടുക്കുകയും എൻ്റെ അയൽവാസികൾക്ക് കൊടുക്കുകയും അവരെ അത് വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ എൻ്റെ കൂട്ടുകാരെന്തെങ്കിലും വിഷമമൊക്കെ പറയുമ്പോൾ ഞാൻ അവരത് കേട്ടിരുന്ന് അവർക്ക് പള്ളിയിൽ പോകാനും അല്ലെങ്കിൽ ഒരു കുർബാനയ്ക്ക് പൈസ കൊടുത്ത് അവരുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനൊക്കെയുള്ള പറഞ്ഞ അവർക്ക് ആ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയ അനുഭവങ്ങളുണ്ട്. ഇതൊക്കെയാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയ കാരുണ്യ പ്രവർത്തികൾ. അമ്മ മാതാവ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈ ആൾക്കാരിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സങ്കീർത്തനം 145:16 ഇങ്ങനെ കാണുന്നുണ്ട്: കർത്താവ് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ മുൻപിൽ ആൽഡിൻ എന്ന സഹോദരനാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. ഈ കുഞ്ഞ് പറയുകയായിരുന്നു, IELTS എക്സാമിന് ഈ സഹോദരൻ 2 പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നു, പക്ഷേ തനിക്ക് വേണ്ട സ്കോർ ലഭിക്കാതെ വരുന്നു. 3ാമത്തെ പ്രാവശ്യം ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കാശുരൂപവുമായിട്ട് പരീക്ഷ എഴുതുവാനായിട്ട് പോകുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഈ സഹോദരന് അവിടെ പ്രകടമാവുകയാണ്. ഈ കുഞ്ഞ് പറയുകയായിരുന്നു, 3 പ്രാവശ്യവും എനിക്ക് പരീക്ഷ ഒരുപോലെയായിരുന്നു, പക്ഷേ 3ാമത്തെ പ്രാവശ്യം പരിശുദ്ധ അമ്മയോട് കൂട്ടുചേർന്നുകൊണ്ട് ഞാൻ പരീക്ഷ എഴുതുവാനായിട്ട് പോയപ്പോൾ എനിക്ക് അത്ഭുതകരമായിട്ട് അമ്മ വിജയം നൽകുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് കൂട്ടുചേർന്ന് നിൽക്കുന്നവർക്ക് പരിശുദ്ധ അമ്മ നൽകുന്ന അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മ നൽകുന്ന സാന്നിധ്യവുമൊക്കെ പറഞ്ഞറിയിക്കുവാനായിട്ട് സാധിക്കാത്തതാണ്. അതുപോലെ തന്നെ ഈ കുഞ്ഞ് പറയുകയായിരുന്നു, അതിനുശേഷം തൻ്റെ ലോണിൻ്റെ പ്രൊസീജിയറിൻ്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് ദൈവികമായിട്ടുള്ള സാന്നിധ്യം അവന് ലഭിച്ചതെന്നും അതുവഴിയായിട്ട് എങ്ങനെയാണ് ആത്മീയമായിട്ട് ഈ കുഞ്ഞിന് വളരുവാനായിട്ട് സാധിച്ചതെന്നും ഇവൻ പറയുകയായിരുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് എൻ്റെ കൂടെ പഠിക്കുന്ന സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ടും അവരെ പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ടും ഞാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ വിഷമിച്ചിരിക്കുന്ന കൂട്ടുകാരോടൊപ്പം സമയം പങ്കിടുവാനായിട്ടും അവരോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ടും പരിശുദ്ധ കുർബാന
കുർബാനയെക്കുറിച്ച് സംസാരിക്കുവാനായിട്ടുമൊക്കെ ഈ കുഞ്ഞിന് അവസരം ലഭിച്ചു, അല്ലെങ്കിൽ ഈ കുഞ്ഞിന് മനസ്സ് തോന്നി എന്ന് ഈ സഹോദരൻ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. ഇത്ര വലിയ വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മയോട് ഇവൻ ചേർന്ന് നിൽക്കുമ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ സഹോദരൻ പറഞ്ഞു, ഉടമ്പടി സാക്ഷ്യങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഓൺലൈനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഓൺലൈനായിട്ട് സാക്ഷ്യം നൽകുന്ന ഒരു വ്യക്തിയായിട്ട് ഈ കുഞ്ഞിന് മാറുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. ഈ കുഞ്ഞിനോടൊപ്പവും അതോടൊപ്പം തന്നെ ഇവൻ്റെ കുടുംബത്തോടൊപ്പവും നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.